പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ട് ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഉച്ചയ്ക്ക് കുറച്ച് സമയമൊക്കെ കിടന്നുറങ്ങി കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് വന്ന് വിളിച്ചു, നമുക്ക് കുറച്ച് സൈറ്റ് സീയിങ്ങിനൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇതിലേ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് കുറേ മീനുകളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതാണ് ഇവിടെ നിന്ന് തിരിയുന്നത്. നീല കളറും പച്ച കളറൊക്കെ ആയിട്ടുള്ള മീനുകൾ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ടൈപ്പൊക്കെ ഉണ്ട്. ആമേനെയൊക്കെ എന്ന് വെച്ചാൽ അത്രയ്ക്കും ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വഴി കൂടെയാണ് ഞങ്ങൾ പോകേണ്ടത്. പിന്നെ ഇവിടെ കുറേ സമയമൊക്കെ ഇങ്ങനെ നോക്കി നിന്നു, കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ വീഡിയോസ് എടുക്കും, ഫോട്ടോസ് എടുക്കും, ഫോൺ സ്റ്റോറേജ് ഫുള്ളാകും. പക്ഷെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് വളരെ കുറച്ചായിരിക്കും. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് തന്നെ കുറേ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കാണുന്ന ആൾക്കാർക്ക് ബോറടിക്കില്ലേ വിചാരിക്കും കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റി കേട്ടോ. ഇങ്ങനെ സാധനം ഒക്കെ എടുത്ത് ട്രാക്ടറിലോട്ട് വെക്കുന്നു, അവരത് കൊണ്ടുപോകുന്നു. പിന്നെ ഇത് കുറേ ലോക്കൽസ് ഉണ്ടായിരുന്നു, കുറേ ടൂറിസ്റ്റുകൾ, എല്ലാവരും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുന്നു. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് വേണ്ടേ എല്ലാ സംഭവങ്ങളും ഇവർക്ക് കിട്ടാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നിട്ടോ എല്ലാം. പിന്നെ എന്താ പറയുക, ഈ ഒരു മെയ് 15 ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ എല്ലാം ക്ലോസ് ആകുമെന്നാണ് പറയുന്നത്. ആ സമയമാകുമ്പോഴത്തേക്കും ക്ലൈമറ്റ് ചേഞ്ച് ആകും. ഞങ്ങൾ നേരെ വന്നത് പിന്നെ ചായ കുടിക്കാനാണ്. ഇതാണ് കേട്ടോ പഞ്ചായത്ത് ഫുഡ് കോർട്ട്. ഇവിടുത്തെ എല്ലാവരും ലോക്കൽസ് ആണെങ്കിലും വന്നവരാണെങ്കിലും ഈവനിങ്ങിൽ എല്ലാവരും ഒത്തുകൂടുന്നൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേ ഇതിൻ്റെ തൊട്ടടുത്താണ്. വൈകുന്നേരം 7 മണി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ടേബിളും ചെയറൊന്നും ഫ്രീ ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങൾ നേരത്തെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അതിന് ഞങ്ങൾ ചായ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ചായ വന്നു, ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ക്യാബിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ വേറൊരു ബീച്ചിലെത്തി. ആ ബീച്ച് കണ്ടപ്പോഴത്തേക്കും എൻ്റെ മക്കൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എന്താണെന്ന് വെച്ചാൽ അവർ വന്നിട്ട് വെള്ളത്തിൽ കളിച്ചിട്ടില്ല, വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. അപ്പം ഈ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ കുറേ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം എന്താ പറയുക ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. മെയിനായിട്ടും അതാണല്ലോ നമ്മൾ വരുമ്പോൾ. അങ്ങനെ പിന്നെ വെള്ളത്തിൽ കളിക്കുന്നവരുണ്ട്, കുളിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാൻ പക്ഷേ ഇങ്ങനെ എടുക്കുന്ന വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും കേട്ടോ. പിന്നെ ഐഷു അന്നു ആണെങ്കിൽ വെള്ളത്തിൽ കളി ഭയങ്കര ശക്തമായിട്ട് ഉള്ള തിരയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ദ്വീപിലുള്ള ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ആക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ഇത്തിരി ശോഭമുള്ളൊരു ഏരിയ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വേറൊരു എഡ്ജിലോട്ട് വന്നു കേട്ടോ. അവിടെ എന്ന് പറഞ്ഞാൽ നല്ല സുഖമായിരുന്നു കളിക്കാനായിട്ട്, വലിയ തിരയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവർ കുറേ സമയം അവിടെ നിന്ന് കളിച്ചു, മതിയാകോളം കളിച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഗൈഡ് വന്ന് ഞങ്ങളെ വിളിച്ചേ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കണ്ട ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഒരു പെൺകുട്ടി കുറേ ചേച്ചിമാരെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വന്ന ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നെ ഇവർക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പിന്നെയും വെള്ളത്തിൽ കളിക്കണം എന്നായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വെള്ളത്തിൽ ഇറക്കിയില്ല. എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിനകത്ത് കുറേ പായലുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും കുറേ കുപ്പിയും പാട്ടയും എല്ലാം ഇട്ടിട്ടുണ്ട്, അഴുക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ പായൽ ഇങ്ങോട്ട് വന്നടിഞ്ഞിട്ട് ഈ ഒരു വെള്ളം ഒരു വൃത്തിയില്ലാത്ത പോലത്തെ ഒരു വെള്ളമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവരെ ഇറക്കിയില്ല. പിന്നെ ഇതേപോലെ ഊഞ്ഞാലയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ടും ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് റിസോർട്ടുകളാണ്. ഈ ഒരു തെങ്ങിൻ തോപ്പൊക്കെ കാണുന്നതിൻ്റെ ഉള്ളിലെല്ലാം റിസോർട്ടുകളും കോട്ടേജൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട്, കുറേ ഊഞ്ഞാലയൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ പിള്ളേരെയും കൊണ്ട് ഞാൻ കുറേ സമയം അവിടെ നിന്ന് അവർ കളിച്ചു മണലിൽ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറേ നടന്നപ്പോഴത്തേക്കും കണ്ട ഊഞ്ഞാലാണ് ഇത്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുപ്പിച്ചു ഇതേപോലെ കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി നാളെ കാണാം. അപ്പം ഞങ്ങൾ ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് റൂമിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങും.
അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ഇന്ന് എന്നോട് എൻ്റെ ഗൈഡ് ചോദിച്ചു സ്കൂബ ചെയ്യണോ സ്നോർക്കലിംഗ് ചെയ്യണോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ദിവസം തന്നെ സ്കൂബ കഴിക്കാം. എന്നുവെച്ചാൽ സ്കൂബയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂബ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ വന്നത്. സീ വ്യൂ എന്നും പറഞ്ഞുകൊണ്ട് നല്ല ഭംഗിയാണ്, സീനറിയിലൊക്കെ കാണുന്ന പോലെ ഉണ്ട് ഇവിടെ കാണാനായിട്ട്. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. അപ്പം ഞങ്ങൾ കൂടി സ്കൂബ ചെയ്യാനായിട്ട് ഒരു ചേട്ടനും ഒരു ചേച്ചിയും അതിൻ്റെ മോളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് കൺസെൻ്റൊക്കെ എടുക്കും കേട്ടോ അവർ. എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടോ അതൊക്കെ ഇങ്ങനെ നോക്കും. മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കും. പിന്നെ ബ്രീഫിങ് ചെയ്തു. അതിനുശേഷം ഞങ്ങളിതേ ബോട്ടിൽ കയറി പോവുകയാണ് കേട്ടോ. കുറച്ച് ദൂരം പോകണമായിരുന്നു സ്കൂബ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ടീമായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്. അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പിള്ളേരെ ഒറ്റയ്ക്ക് ബോട്ടിലിരുത്തി പോകുമ്പോൾ എന്താകുമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്ന് വെച്ചാൽ നിൻ്റെ മക്കൾ പോവുകയാണെങ്കിൽ കടലിലല്ലേ പോവുക, കടൽ വിട്ടിട്ട് പോകൂലല്ലോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ അവർക്ക് അത്രയ്ക്കും ഒരു വിശ്വാസമാണ് കടലിനെ. നമുക്ക് പേടിയാണ്, പക്ഷെ അവർക്ക് വിശ്വാസമാണ് കടലിനെ. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, പ്രോമിസ് ചെയ്തു ഞങ്ങളിവിടെ ഇരുന്നോളാം, ഉമ്മച്ചി പോയിട്ട് വന്നു എന്ന്. ഞാൻ പോയിട്ട് വന്നപ്പോഴത്തെ ഒരു സീനാണ് കേട്ടോ ഇത്. ഇവർ വെള്ളമായിട്ട് സെറ്റായി, ഇവർ വെള്ളത്തിൽ മുങ്ങാൻ പോകുന്നു. അങ്ങനെ എൻ്റെ മോനെയാണെങ്കിൽ അവർ വെള്ളത്തിനകത്ത് മുക്കി കേട്ടോ. അവരുടെ ഒരു പേടി അങ്ങ് മാറി. ഞാൻ വരുമ്പം ബോട്ടിൽ നിന്ന് താഴേക്ക് കാലിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഓക്കെ ആയി. ഇതേണ്ട മുങ്ങി കാണിച്ചു കൊടുക്കുന്നു, ഇതേപോലെ മുങ്ങ്. എന്നോട് കുറേ പറഞ്ഞു ഇവരെ ഡൈവ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ ഇവർ മറന്നു പോകും, ബ്രീത്ത് എടുക്കാനായിട്ട് മറന്നു പോകും. ബ്രീത്ത് എടുക്കുന്ന സ്റ്റൈൽ വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ഡൈവ് ചെയ്യുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, പറ്റില്ല എന്ന് പറഞ്ഞു. എന്നെ ഒരുപാട് നിർബന്ധിച്ചു കേട്ടോ, ഇവരെ ഡൈവ് ചെയ്യിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞു 10 വയസ്സാവണ്ടേ, 8 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഒന്നിന് 7 വയസ്സും. അപ്പം ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് ഒഴിവാക്കി. എൻ്റെ ഡൈവ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ സ്വന്തമായിട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു. എനിക്ക് ഗോപ്രോ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ കവറ് മറന്നുപോയി. അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറക്കിയില്ല. ഇറക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ കേടായാലോ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ കൂട്ടമായിട്ട് പോകുന്ന വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടാണ് കേട്ടോ ഡൈവ് ചെയ്തത്. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറും ഉണ്ടാകും, അവർ ഫോട്ടോ എടുക്കും. അന്നേരം ഫോട്ടോ എടുത്ത് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നമ്മുടെ ഡൈവ് കംപ്ലീറ്റ് ആകും. പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇതൊക്കെ കണ്ടോ, കോറൽസ് ഭയങ്കര രസമാണ്. എനിക്ക് പറയാനുള്ളത്, ലക്ഷദ്വീപ് പോയാൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് സ്കൂബ ഡൈവ്. എത്ര ഇതാണെങ്കിലും അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും നമ്മളെ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കണ്ണിലിങ്ങനെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ കയാക്കിങ്ങിന് പോയി കേട്ടോ. കയാക്കിങ് നമ്മുടെ പാക്കേജിനകത്ത് ഇൻക്ലൂഡാണ്, പക്ഷേ സ്കൂബ ഒരിക്കലും ഇൻക്ലൂഡല്ല. അതിന് നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻ്റ് അടയ്ക്കണം. ഇതേ ഞങ്ങൾ റൂമിലെത്തി. ഫിഷ് ബിരിയാണിയാണ് കേട്ടോ, ട്യൂണ ഇട്ട ബിരിയാണി. ഇവരുടെ ബിരിയാണി ഇതുപോലെയാണ് ഇരിക്കുക. പിള്ളേരൊക്കെ നന്നായിട്ട് കഴിച്ചു കേട്ടോ, വിശപ്പ് കൊണ്ട്. ഇന്ന് ഈവനിങ്ങിലേ ഗ്ലാസ് ബോട്ട് റൈഡിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് നേരെ കൽപ്പട്ടി ഐലൻഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ കാണുകയും ചെയ്യാം. അന്നേരം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ബൈ.